അവഗണന എന്ന് പറയുന്നത് ഒരാളുടെ ഇഷ്ടമാണല്ലേ. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ സ്വന്തം ശരീരത്തിന് അതൊരു പ്രശ്നമാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാൻ പറ്റുക. ഇന്ന് എന്നെ കാണിക്കുന്നത് ഒരു അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ മൂപ്പർക്ക് പുകവലി ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ ശ്വാസം മുട്ടലും ശ്വാസസംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഇൻഹേലറും അതിൻ്റെ ഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ചു വരികയാണ്. നിരന്തരമായിട്ട് നമുക്കൊരു അസുഖം വരുമ്പോഴത്തേക്ക് നമുക്ക് ആശുപത്രിയിലോട്ട് പോകാനും ഒരു ഡോക്ടറെ കാണിക്കാനും മരുന്ന് കഴിക്കാനും ഒക്കെ മടിയാവില്ലേ. ഇത് തന്നെയാണ് അച്ഛൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ ഒരു മാസത്തിന് മുമ്പ് എന്തോ യാത്രയോ കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം എന്തോ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ചെസ്റ്റിൽ കുടുങ്ങി. മൂപ്പർക്ക് ഇതേപോലെ തന്നെ സ്ഥിരം കാണിച്ചും അടുത്തൊരവസ്ഥയായതുകൊണ്ട് ഇത് കാണിക്കാൻ നിന്നില്ല. സ്വന്തമായിട്ട് ചികിത്സ ചെയ്യാൻ തുടങ്ങി. അതിൽ തെറ്റുണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ മൂപ്പർ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹേലർ 2 നേരം ഉപയോഗിക്കേണ്ടത് മൂപ്പര് 3, 4, 5 നേരം ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ നെബുലൈസേഷനോ കാര്യങ്ങളോ സൗകര്യം വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് വെള്ളം വെച്ചിട്ട് തുളസിയുടെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആവി പിടിക്കാൻ തുടങ്ങി. പലപ്പോഴും എന്നെ കാണിക്കാൻ വരുന്ന പേഷ്യൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ വെള്ളം വെച്ചിട്ട് ആവി പിടിക്കരുത്. വെള്ളം വെച്ചിട്ട് ആവി പിടിച്ചാൽ അത് ചിലപ്പോൾ കഫക്കെട്ട് കൂടുകയും ശ്വാസം മുട്ടലായി മാറുകയൊക്കെയാണ് ചെയ്യാറ്, പ്രത്യേകിച്ച് ശ്വാസസംബന്ധമായിട്ട് പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർ. ഇതെന്തുകൊണ്ടാണെന്ന് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ് അച്ഛൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. മൂപ്പര് വെള്ളം വെച്ചിട്ട് ഇതേപോലെ തന്നെ ആവി പിടിച്ചുകൊണ്ടിരുന്നു. ആ വെള്ളം വെച്ചിട്ട് ആവി പിടിക്കുമ്പോൾ പലപ്പോഴും മൂപ്പർക്ക് ശ്വാസസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് എന്നാൽ അതൊക്കെ അവഗണിച്ച് ശരീരം കാണിച്ച് ഈ ബുദ്ധിമുട്ടുകളെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയി. അവസാനം ഇന്ന് വന്ന് നോക്കുമ്പോൾ ശ്വാസം മുട്ടൽ അധികമായി. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്ലഡൊക്കെ നോക്കി മരുന്ന് എടുത്തിട്ട് ശ്വാസം മുട്ടലൊന്നും കൺട്രോൾ ആവുന്നില്ല. അപ്പോൾ ബ്ലഡ് റിസൾട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ന്യൂമോണിയ ആയി കഴിഞ്ഞിരിക്കുന്നു മൂപ്പർക്ക്. ഇപ്പോൾ മൂപ്പരുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ICUയിലാണ്. പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചെയ്യാം, നമ്മുടെ ശരീരം എന്ത് തന്നെ ഒരു അസ്വസ്ഥത ഉള്ളിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് പുറമെ ഇതുപോലെയൊക്കെ രീതിയിൽ നമുക്ക് കാണിച്ച്, ഇപ്പോൾ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചുവേദന ക്ഷീണവും കാര്യങ്ങളായിട്ട് അനുഭവപ്പെടത്തില്ല. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പനി പോലെയൊക്കെ കാണിക്കത്തില്ല. ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തരുമ്പോൾ അതിനെ തീർത്തും അവഗണിച്ച് കളയരുത്. ചിലപ്പോൾ നമുക്ക് മരുന്ന് കഴിക്കാനുള്ള മടി കൊണ്ടായിരിക്കും, ഡോക്ടറെ കാണിക്കാനുള്ള മടി കൊണ്ടായിരിക്കും, ചികിത്സാ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇത് പലപ്പോഴും എത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകളിലോട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ സ്വന്തം ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ മടിയുള്ള ആളുകളിലോട്ട് ഒന്ന് എത്തിച്ചു കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.